ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങളോട് പ്രതികരിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. അയ്യപ്പ സംഗമത്തിൽ ആരും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാടോട് സംസാരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കാത്ത പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ മന്ത്രി വിമർശിച്ചു. 24 ബ്രേക്കിംഗ്. ആരും ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. എതിർപ്പ് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ ഇതിൽ വിഷയത്തിൽ കയറി ഇടപെടേണ്ട കാര്യമോ അഭിപ്രായമില്ല. അങ്ങനെ രൂപത്തിലല്ല ആലോചിച്ചിട്ടുള്ളത്. തികച്ചും അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി എന്ന രൂപത്തിലാണ് അത് ആലോചിച്ചിട്ടുള്ളത്. മന്ത്രിമാരും ജനപ്രതിനിധികളും അത് LDFിലും UDFിലും BJPയിലും പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടാവും. പിന്നെ അതിലെവിടെയാണ് രാഷ്ട്രീയം ഇരിക്കുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ BJP ആൾക്കാരല്ലേ ക്ഷണിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും. ഈ 2 ആളുകളെയും ക്ഷണിക്കുന്നു. അവരെല്ലാം ഇവരുടെ പാർട്ടിയല്ലേ. അപ്പോൾ അതിൽ മറ്റേ രാഷ്ട്രീയം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമാണെന്ന് തോന്നുക. നമുക്കങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇത് തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആതിഥേയ സംസ്കാരത്തിൽ കാണിക്കേണ്ട മര്യാദ എന്തോ അത് അവർ പാലിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് UDF സഹകരിക്കുമെന്നതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലപാട് പ്രഖ്യാപിക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ശരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാണാൻ ചെന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് മാറി നിന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉയരുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റംഗങ്ങളും ഈ പ്രതിപക്ഷ നേതാവിനെ കാണാൻ ചെന്നത്. പക്ഷേ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ല എന്നത് വസ്തുതയാണത്. നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചന നടത്താതെ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ ഈ സംഘാടക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് അതൃപ്തിക്ക് കാരണം. അത് പരസ്യമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ അതൃപ്തിയുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി വി.എൻ. വാസവൻ ഇന്ന് രംഗത്ത് വന്നതും. ഈ ആതിഥേയ മര്യാദയുടെ പ്രശ്നമാണ്, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നേരത്തെ സമയം ചോദിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കന്റോൺമെന്റ് ഹൗസിലെത്തിയത്. അപ്പോൾ ആ മാന്യത പ്രതിപക്ഷ നേതാവ് പുലർത്തണം എന്നതായിരുന്നു വി.എൻ. വാസവൻ 24നോട് പ്രതികരിച്ചത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിയോജിപ്പുകളും എതിർപ്പുകളും ഉയരുന്നുണ്ട്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാനമായും ദേവസ്വം മന്ത്രി തന്നെ പറയുന്നത്. എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ സമീപിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ ആകില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ തലയിൽ എപ്പോഴും മഞ്ഞപ്പുണ്ടായിരിക്കുമെന്നുള്ള വിമർശനം കൂടി ദേവസ്വം മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ഇത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ഇത് CPIMന്റെ പരിപാടിയല്ല. ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സമുദായ സംഘടനകൾ ഉൾപ്പെടെ സർക്കാരും ദേവസ്വം ബോർഡും ഇക്കാര്യം തന്നെയാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും BJPയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് സർക്കാർ അല്ലെങ്കിൽ CPIM സ്വീകരിച്ച നിലപാട് തിരുത്തുമോ എന്നതാണ് BJPയും കോൺഗ്രസും ചോദിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാവിലെ 10:15 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലായിരിക്കും UDFന്റെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായും ചില ഉപാധികൾ UDF മുന്നോട്ട് വയ്ക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് തിരുത്തണം, സത്യവാങ്മൂലം പിൻവലിക്കണം എന്നുള്ള ഒരു ഉപാധി ചിലപ്പോൾ UDF മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അയ്യപ്പ സംഘവുമായി സഹകരിക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കാനാണ് ചിലപ്പോൾ ഉണ്ടാവുക. ഒപ്പം BJPയും ആ സത്യവാങ്മൂലം തിരുത്തണമെന്ന നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളാണ്. പന്തളം കൊട്ടാരത്തിന്റെ ഒരു അതൃപ്തിക്ക് പിന്നിലും ആ കേസുകളാണ്. അതിൽ ദേവസ്വം മന്ത്രി നൽകിയ വിശദീകരണം, യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ പേരിലെടുത്ത മുഴുവൻ കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴുള്ളത് ഈ ചില ക്രിമിനൽ കേസുകളാണ്. അത് യഥാർത്ഥ അയ്യപ്പ ഭക്തരല്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് മന്ത്രി നൽകുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ അത്തരത്തിൽ സർക്കാരിന് പിൻവലിക്കാൻ കഴിയില്ല എന്നുകൂടി ദേവസ്വം മന്ത്രി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി വളരെ വേഗത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ തന്നെ സംഘാടക കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഈ എതിർപ്പുകൾ ഉള്ളപ്പോഴും ആ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.